സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 6. ഏറ്റുമുട്ടൽ. ഇങ്ങനെ എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാറ്റിൻ്റെയും ഫലമെന്നോണം ഞാൻ അടുത്തൊരു പള്ളിയിൽ പോകാൻ തുടങ്ങി. അതൊരു റോമൻ കാത്തലിക് ചർച്ചായിരുന്നു. ഞാനൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് ആണെങ്കിലും അടുത്തുള്ളത് റോമൻ ചർച്ച് മാത്രമായതുകൊണ്ടാണ് അവിടെ പോയത്. വീട്ടിൽ നിന്നും ഏതാനും അടി അകലമേ ഈ പള്ളിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാലാഖ എന്നോട് ആ പള്ളിയോടനുബന്ധിച്ചുള്ള സെമിനാരിയിൽ ചെന്ന് അവിടെയുള്ള ഒരു അമേരിക്കൻ വൈദികനെ കാണാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അതിസ്വാഭാവിക അനുഭവങ്ങളെപ്പറ്റി പറയുകയും ഞാൻ നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിച്ചിരുന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. സെമിനാരിയിലെ പൂന്തോട്ടത്തിൽ കൂടി ഞാൻ നടന്നു ചെല്ലുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. ഒരു ബക്കറ്റിൽ കഴുകി ഉണങ്ങിയ വസ്ത്രവുമായി ഒരാൾ പോകുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് എന്നെ കണ്ടതിനാൽ അത്ഭുതപ്പെട്ട് അദ്ദേഹം ചോദിച്ചു, ആരെയെങ്കിലും കാണാനാണോ എന്ന്. ഉവ്, ഒരു അമേരിക്കൻ വൈദികൻ, ഞാൻ പറഞ്ഞു. അദ്ദേഹം ഉടനെ വരുമെന്നും ഇപ്പോൾ തൻ്റെ മുറിയിൽ ഇരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഫാദർ കരോൾ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് നടക്കുന്ന വഴി ഇക്കാര്യങ്ങളിൽ ഏറ്റവും തുറവിയോടെയായിരുന്നതിനാൽ ഞാൻ എൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങി. സന്ദേശങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു. അദ്ദേഹവും എന്നോടൊത്ത് ആഹ്ലാദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അതിനു പകരം അദ്ദേഹം തല ചെരിച്ചു കളഞ്ഞു, പിന്നെ കുനിച്ചു. മനഃശാസ്ത്രപരമായ എന്തോ സങ്കീർണാവസ്ഥയിലൂടെ ഞാൻ പോകുകയാണെന്നോ അഥവാ ഞാനൊരു മാനസിക രോഗിയാണെന്നോ ആണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് ആ വൈദികൻ ചോദിച്ചു. അദ്ദേഹം കുറച്ചു കാലത്തേക്ക് യൂറോപ്പിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒറ്റയ്ക്ക് ഏഷ്യയിൽ കഴിയുന്നതിൻ്റെ കഷ്ടപ്പാടും അസന്തുഷ്ടിയും കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. കൈപ്പത്തി കാണിക്കാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. മനോവിഭ്രാന്തിയുടെ വല്ല ലക്ഷണവുമുണ്ടോ എന്നാണ് അദ്ദേഹം പരിശോധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നോട് സഹതാപം പ്രകടിപ്പിച്ചു. എപ്പോൾ വേണമെങ്കിലും വന്നാൽ അദ്ദേഹത്തെ കാണാമെന്ന് അനുവദിക്കുകയും ചെയ്തു. അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നു. കാരണം ഞാൻ മാനസികമായി പ്രശ്നമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ എനിക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രതിഭാസം എന്നെ കാണാൻ അനുവദിക്കുമോ എന്ന്. ഞാൻ ഉടനെ നിശബ്ദമായി പ്രാർത്ഥിച്ചു. ഉടനെ ദൈവം ആ പ്രത്യേക രീതിയിൽ എന്നെ സമീപിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവം എന്നോട് സംസാരിച്ചു. അവിടുന്ന് പറഞ്ഞത് ഞാൻ എഴുതിയെടുക്കാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം ആ വൈദികൻ എൻ്റെ കൈത്തണ്ടിയിൽ പിടിച്ച് എഴുത്ത് നിർത്തിക്കാൻ നോക്കി. പെട്ടെന്ന് സൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു കറണ്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയിൽ തുളച്ചു കയറി. ഉടൻ തന്നെ അദ്ദേഹം കൈവലിക്കുകയും ചെയ്തു. മുഖത്ത് ഞെട്ടലിൻ്റെ ഭാവവുമുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ഞാൻ കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുന്നത് നിശബ്ദം നോക്കി നിന്നു. ഇദ്ദേഹം ആ അമേരിക്കൻ വൈദികൻ ഫാദർ ജിമ്മിനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ആ ഇലക്ട്രിക് കറണ്ടിൻ്റെ അനുഭവം വളരെ പ്രത്യേകമായി പറഞ്ഞു. കാരണം ആ ദിവസം മുഴുവനും അദ്ദേഹത്തിന് കയ്യിൽ അതിൻ്റെ അനുഭൂതി ഉണ്ടായിരുന്നു. ഫാദർ ജിം എന്നെ സെമിനാരി പരിസരത്ത് കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു. ഈ പുതിയ സംഭവം കൂടി കേട്ടപ്പോൾ പൈശാചികമായ ഇടപെടലാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം ഫാദർ കരോളിനോട് ചോദിച്ചു, വിശുദ്ധിയുടെ അടയാളങ്ങൾ എന്തെങ്കിലും ആ സ്ത്രീയിൽ കാണുന്നുണ്ടോ? ഒട്ടുമില്ലെന്ന് ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ ഈ അനുഭവം ദൈവത്തിൽ നിന്നാകാൻ ഒരു വഴിയുമില്ല. താങ്കൾ അവരോട് എൻ്റെ അടുക്കൽ വരാൻ പറയാത്തത് എന്തുകൊണ്ട്? ഞാൻ അവരെ പരീക്ഷിച്ചു നോക്കാം. ഫാദർ ജിമ്മിന് എന്നെ കാണണമെന്ന് ഫാദർ കരോൾ എന്നോട് പറഞ്ഞു. ഒരു പിശാചിനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് ഫാദർ ജിം എൻ്റെ സന്ദർശനത്തിനൊരുക്കമായി മുറിയിൽ ഹന്നാൻ വെള്ളം തെളിച്ചു. എനിക്കിരിക്കാനുള്ള കസേരയിലും ഞാൻ ഉപയോഗിക്കാനുള്ള ഡെസ്കിലും പേപ്പറിലും പെൻസിലിലുമെല്ലാം ഹന്നാൻ വെള്ളം തെളിച്ചു. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ചെന്നത്. എന്നാൽ ഞാൻ അവിടെ എത്തിയപ്പോൾ ഫാദർ ജിം വളരെ അസ്വസ്ഥനും ആകുലനുമായിട്ടാണ് കാണപ്പെട്ടത്.
അദ്ദേഹത്തിന് തൻ്റെ പരീക്ഷണം വളരെ പെട്ടെന്ന് നടത്തി തീർക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം പോലും സമയം കളയാതെ അദ്ദേഹം എന്നോട് ഞാൻ ബന്ധപ്പെടുന്നത് എന്താണോ അതിനെ വിളിച്ചിട്ട് അതിനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നെഴുതുവാൻ പറയാൻ പറഞ്ഞു. ഞാൻ ശാന്തമായി പ്രാർത്ഥിച്ചു. എൻ്റെ കരങ്ങളെ ഉപയോഗിക്കണമെന്നും അവ ഉപയോഗിച്ച് സന്ദേശങ്ങൾ തരുമ്പോൾ അവിടുന്ന് എഴുതാറുള്ള പ്രത്യേക കൈപ്പടയിൽ ഇത് എഴുതണമെന്നും ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു. അവിടുന്ന് അതുപോലെ ചെയ്തു. എന്നാൽ വളരെ ശക്തിയായി എഴുതിയത് മൂലം പെൻസിൽ പൊട്ടിപ്പോയി. പെൻസിൽ പൊട്ടിയ സ്വരം കേട്ടപ്പോൾ വൈദികൻ ചാടി എഴുന്നേറ്റ് തുറന്നു കിടന്ന വാതിലിലൂടെ കോറിഡോറിലേക്ക് കടന്നിട്ട് ഓടിപ്പോയി. അദ്ദേഹം തിരിച്ചു വന്നത് കൂടുതൽ ചകിതനും വ്യഥിതനുമായിട്ടാണ്. അദ്ദേഹം സാത്താൻ പൂജ, ദുഷ്ടാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ, ഇന്ദ്രജാലം, ഭാവി പറയൽ, മന്ത്രം ഇതിനെപ്പറ്റിയെല്ലാം എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ ബന്ധപ്പെടുന്നത് അശുദ്ധാത്മാവുമായിട്ടാണെന്ന് അദ്ദേഹം ശഠിച്ചു. എന്തായാലും ഇത് സ്വർഗീയ ഉറവിടത്തിൽ നിന്നല്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എന്നെ വിശ്വസിച്ചതിന് ഫാദർ കരോളിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. എത്ര എളുപ്പം കബളിപ്പിക്കപ്പെടാവുന്ന ആളാണ് അദ്ദേഹം എന്ന് ഫാദർ ജിം കുറ്റപ്പെടുത്തി. അദ്ദേഹം ഭയന്നു പോയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതിനിടയ്ക്ക് എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കാൻ മാത്രം സന്ദേഹങ്ങൾ എന്നിലേക്ക് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പോകാനായി ഞാൻ എണീറ്റപ്പോൾ വളരെ ക്രുദ്ധനായി മേലാൽ കാത്തലിക് ചർച്ചിന്റെ പരിസരത്ത് കണ്ടുപോകരുതെന്നും ഫാദർ കരോളിനെ മേലാൽ ശല്യപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ ഭയന്നു പോയെങ്കിലും ഈശോ ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് മുഖം തിരിക്കാറില്ലെന്നും അവിടുത്തോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ വാതിലടയ്ക്കാറില്ലെന്നും ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു. ഹൃദയകാഠിന്യവും കാർക്കശ്യവും ശങ്കാകുലതയുമൊക്കെ മാത്രം എൻ്റെ മനസ്സിന് ദർശിക്കാനായ ആ കൂടിക്കാഴ്ചയിൽ മനം തകർന്ന ഞാൻ പുറത്തേക്കിറങ്ങി ഫാദർ കരോളിനെ കാണാനായി ഓടി. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് കുറച്ചുകൂടി മൃദുവായ സമീപനമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നടന്നതെല്ലാം ഞാൻ അദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കാണുന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ എന്നെ വിലക്കിയിരിക്കുകയാണെന്നും എഴുത്തു നിർത്തുന്നില്ലെങ്കിൽ പള്ളിയിൽ പോലും കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു. ഫാദർ കരോൾ തല ഉനിച്ച് മൗനമായിരുന്നു. അദ്ദേഹം എന്നെ പിന്തുണയ്ക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായി. എന്നെയും എൻ്റെ കുഴഞ്ഞ പ്രശ്നവും ഇനി കൈകാര്യം ചെയ്യണ്ടല്ലോ എന്ന് ആശ്വസിക്കുകയാണ് അദ്ദേഹം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവർക്കൊരു സ്വൈര്യക്കേടായി. അവരുടെ സമാധാനപൂർണമായ സാധാരണ ജീവിതത്തിന് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് അവർ കാണുന്നത്. ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് ഞാൻ ഫാദർ കരോളിനോട് പറഞ്ഞു, സാത്താൻ വളരെ സൂത്രശാലിയാണെന്നും അവൻ്റെ വഞ്ചനയിൽ പെടാതിരിക്കാൻ നാം വളരെ കരുതലോടെ ഇരിക്കണമെന്നും എനിക്കറിയാം. സാത്താൻ ഒരിക്കലും എന്നെ പശ്ചാത്താപത്തിലേക്ക് നയിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുകയില്ല. മനസ്തപിച്ച് സഭയിലെ കൂദാശകളിലേക്ക് തിരിച്ചു വരാൻ അവൻ ഒരിക്കലും വഴിയൊരുക്കുകയില്ല. അതുകൊണ്ട് ഇത് സാത്താൻ്റെ പ്രവർത്തനമെന്ന് എങ്ങനെ പറയാൻ കഴിയും? എത്ര വലിയ അപകടമാണ് ആത്മാക്കൾക്ക് സംഭവിക്കുന്നത്! സ്വന്തം അജ്ഞതയും പിശാചിനെക്കുറിച്ചുള്ള പേടിയും കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആദരം നാം പിശാചിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളോളം ഈ വൈദികനും അതുപോലെ മറ്റു പലരും മാരകമായ മുള്ളുപോലെ എന്നെ നോവിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സ്വാന്തനം കൊണ്ടല്ലെങ്കിൽ എനിക്ക് തുടരാൻ കഴിയുമായിരുന്നില്ല. ഞാൻ തന്നെത്താൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവർക്ക് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന കരുണ നിറഞ്ഞ കൃപകളെ പ്രതി അവിടത്തേക്ക് മഹത്വം നൽകാൻ കഴിയാതെ പോകുന്നത്? അവിടുന്ന് ഇനിയും ഉദ്ധാനം ചെയ്തിട്ടില്ലാത്തതുപോലെയാണ്. അവിടുന്ന് ഇനിയും കല്ലറയിൽ തന്നെയാണെന്നാണ് ഇവരുടെ ഭാവം. അവിടുത്തെ മരിച്ചവനായി കാണാൻ ഇവർക്ക് എന്താണ് ഇത്ര താല്പര്യം? എന്താണ് ഈ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തികൾ സാത്താൻ്റെതായി ഗണിക്കാൻ മാത്രം ഇവരെങ്ങനെയാണ് വ്യാമോഹിതരാകുന്നത്? മാനവരെ, എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും? സങ്കീർത്തനം 4:3. പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഞാൻ ഫാദർ കരോളിനോട് പരുഷമായി പറഞ്ഞു, എന്നാൽ ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ ഈ പരിസരത്ത് കാണുകയില്ല, ഒരിക്കൽ പോലും. അങ്ങനെ ഞാൻ അവിടം വിട്ടിറങ്ങി. എന്നേക്കുമായി ഞാൻ ആ കത്തോലിക്ക പള്ളി വിട്ടു പോരുകയാണെന്ന് കരുതി. ഞാൻ വീട്ടിലെത്തി മുകളിലത്തെ നിലയിലെ ബാത്റൂമിൽ കടന്നു. ഭിത്തിക്ക് അഭിമുഖമായിരുന്നു ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ മാലാക എന്നെ ആശ്വസിപ്പിക്കാനെത്തി.
മാലാക എൻ്റെ കൺതടത്തിലെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും എൻ്റെ നെറ്റിയിലെ വിയർപ്പ് ഒപ്പിയെടുക്കുകയും ചെയ്തു. വഴിയിൽ വഴക്കാളിയുടെ അടിയേറ്റതിൻ്റെ വേദന വീട്ടിൽ പിതാവിനോട് പറയാൻ ഓടിയണയുന്ന കുഞ്ഞിനെ പോലെ ഞാൻ ദൈവപിതാവിൻ്റെ അടുക്കൽ അണഞ്ഞ് വിങ്ങിക്കരഞ്ഞു. ഞാനാകെ ചിന്താക്കുഴപ്പത്തിലായി. എൻ്റെ ആത്മാവിൻ്റെ വേദന ഭാവന ചെയ്യുന്നതിനും അപ്പുറത്താണ്. എനിക്കിനി ഒന്നും അറിഞ്ഞുകൂടാ. ദൈവമേ, അവിടുന്ന് പറയുന്നു ഇതങ്ങാണെന്ന്. അങ്ങനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. ഞാൻ അങ്ങിൽ വിശ്വസിച്ചു. കാരണം അവിടുന്ന് ഇത് പറഞ്ഞത് സ്വർഗീയ ആർദ്രതയോടെയാണ്. അവിടുത്തെ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ പരിമളം എനിക്ക് ചുറ്റും ഞാൻ അനുഭവിക്കുകയായിരുന്നു. അത് പിശാചിൻ്റെ സാന്നിധ്യമാണെന്ന് ആർക്കും പറയാനാവില്ല. ഞാൻ അങ്ങയെ തേടുകയായിരുന്നില്ല. അവിടുന്നാണ് എന്നെ കണ്ടെത്തിയതും പേര് ചൊല്ലി വിളിച്ചതും. വേറെ ആരെങ്കിലുമോ ഈ ലോകം മുഴുവനുമായോ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും എന്നെ അങ്ങിലേക്ക് ചേർക്കാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നും അത്ര വിദൂരത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുന്ന് വന്ന് എൻ്റെ ആത്മാവിനെ ആനന്ദത്താൽ നിറച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങയുടെ മാധുര്യം എനിക്കെന്നിൽ അനുഭവപ്പെടുന്നുണ്ട്. അവിടുത്തെ തിരുനാമം അഭിഷേക തൈലം പോലെ എൻ്റെ മേൽ ചൊരിഞ്ഞ് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ഓർമ്മ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് എന്നെ എടുത്തുയർത്തി. എന്നാൽ ഇപ്പോൾ നാഥ, അവിടുത്തെ സ്വന്തമായവർ അവിടുത്തെ കൃപകളെ നിഷേധിക്കുകയും പിശാചിനെ മാത്രം ദർശിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാഥ, സത്യമായും ഇതങ്ങാണെങ്കിൽ ഈ വൈദികൻ ഒരു ദിവസം ഇത് അംഗീകരിക്കാൻ ഇടയാകണമേ. ദൈവിക ഉറവിടത്തിൽ നിന്നാണ് ഈ സന്ദേശങ്ങളെന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായി അങ്ങിൽ വിശ്വസിക്കാനും സമാധാനം കണ്ടെത്തുവാനും കഴിയും. ഒരു നിമിഷം അവിടുന്ന് മൗനമായിരുന്നു. തുടർന്ന് വളരെ ഗൗരവതരമായ സ്വരത്തിൽ ശാന്തനായി പറഞ്ഞു, ഞാൻ അവനെ വളയ്ക്കും. ദിവസേന ചൊല്ലാനായി 3 പ്രാർത്ഥനകൾ ഫാദർ ജിം എനിക്ക് തന്നിരുന്നു. അവ: 1. വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. 2. എത്രയും ദയുള്ള മാതാവേ. 3. തിരുഹൃദയത്തിന്റെ നൊവേന എന്നിവയായിരുന്നു. സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്താക്കുഴപ്പത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനകൾ ദിവസവും ചൊല്ലാനുള്ള ഒരു ആഹ്വാനം എൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ കേൾക്കാമായിരുന്നു. അതുകൊണ്ട് അവ മുടക്കാതെ ദിവസവും ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അതുപോലെ ആ വൈദികൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നും സന്ദേശം സ്വീകരിക്കുന്നതും എഴുതിയെടുക്കുന്നതും നിർത്തുകയും ചെയ്തു. ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലെയും എൻ്റെ കൈകാലുകൾ കെട്ടപ്പെട്ടതുപോലെയും എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അധികം കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും എന്നെ ഗ്രസിക്കുന്നതായി പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കരങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടുന്ന് വീണ്ടും എന്നെ സമീപിച്ചിരിക്കുന്നു. ഞാൻ കേട്ട സന്ദേശം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അവാച്യമായ അനുഭൂതിയാൽ എന്നെ നിറച്ചു. മകളെ, ദൈവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതെപ്പോഴും ഓർമ്മിക്കുക. യാഹ്വേ എന്നാണ് എൻ്റെ നാമം. സന്ദേശത്തിന് ഞാനപ്പോൾ ഒട്ടുമേ താല്പര്യപ്പെട്ടിരുന്നില്ല. എൻ്റെ കയ്യിലൊരു പെൻസിലും എൻ്റെ മുമ്പിൽ ഒരു പേപ്പറും വന്നപ്പോൾ അതങ്ങ് സംഭവിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം ഇളകിപ്പോയി. കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകി. ഉടൻ തന്നെ വേറൊരു സന്ദേശം ദൈവത്തിൽ നിന്നും വന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസുല, ഇതെപ്പോഴും ഓർത്തിരിക്കുക. നിന്നെ നയിക്കുന്നത് ഞാനാണ്. യാഹ്വേ എന്നാണ് എൻ്റെ നാമം. ഈ സർവ്വവിധ വിമർശനങ്ങൾക്കും പ്രതികൂല അഭിപ്രായങ്ങൾക്കും മധ്യേ എൻ്റെ ഹൃദയത്തിൽ പ്രത്യാശ നിറച്ചുകൊണ്ട് എന്നെ കാണാൻ ദൈവം എൻ്റെ ജയിലിൽ വന്നിരിക്കുന്നു. എൻ്റെ ജയിലറയുടെ വാതിൽ തള്ളിത്തുറന്ന് സ്വർഗീയ ജ്യോതി എൻ്റെ സെല്ലിൽ നിറയുന്നത് പോലെയായിരുന്നു അത്. കരതാരിൽ വഹിക്കുന്ന സർവശക്തനായവൻ എന്നോടുള്ള സ്നേഹവായ്പും വാത്സല്യവും കാണിക്കാൻ ഈ സമയം ഉപയോഗിച്ചു. അകലെയായിരുന്നിട്ടും എന്നെ ചുറ്റിയുള്ള അതിസ്വാഭാവിക അനുഭവങ്ങൾ ഫാദർ ജിമ്മിന് സഹിക്കാനായില്ല. എൻ്റെ കാര്യത്തിൽ ഈ സംഭവിച്ചതെല്ലാം തികച്ചും അസംബന്ധമാണെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് കത്തുകൾ എഴുതി. അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കണമെന്നും ഇത്തരത്തിലൊരു കൃപാവരം ഇതുപോലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നൽകപ്പെടുകയില്ലെന്നുമാണ്. കാരണം ഈ കൃപാവരങ്ങൾ മദർ തെരേസയെ പോലെയൊക്കെ അർഹതയുള്ളവരും മാന്യരുമായ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരിക്കൽ അദ്ദേഹം സ്വന്തം കാര്യം തന്നെ സൂചിപ്പിച്ചു. വർഷങ്ങളുടെ പഠനത്തിന് ശേഷം ദീർഘകാലം കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്ത തനിക്ക് കിട്ടാത്ത ഇത്തരമൊരു കൃപ മതപരമായ യാതൊരു ശ്രദ്ധയുമില്ലാതെ ലോകത്തിന്റെ പിറകെ നടന്ന എന്നെപ്പോലൊരു വ്യക്തിക്ക് എങ്ങനെ ദൈവം കൊടുക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം.
എന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയുടെ പ്രവർത്തനമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അത് നിശ്ചയമായും അതിസ്വാഭാവിക ഇടപെടലുകളാണ്. പിശാചിൽ നിന്നാണെന്ന് മാത്രം, ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല, അദ്ദേഹം പറഞ്ഞു. കുറച്ചു കാലത്തേക്ക് ഞാൻ ഭാഗികമായിട്ടെങ്കിലും ഫാദർ ജിമ്മിനെ വിശ്വസിച്ചു. കാരണം അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഏറ്റുമുട്ടലിന് ശേഷം ഓരോ തവണ ദൈവം എന്നെ സമീപിക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടുത്തെ ആട്ടിപ്പായിക്കുകയായിരുന്നു. എൻ്റെ ആത്മാവിൽ ഞാൻ യഹോവ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ കേട്ടില്ലെന്ന് ഭാവിച്ചുകൊണ്ട് ഒന്നും എഴുതിയെടുക്കാതിരിക്കും. ഈശോ എൻ്റെ അടുത്ത് വന്ന് കുഞ്ഞെ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടുത്തെ അവഗണിച്ചുകൊണ്ട് ആ വാക്കുകൾക്ക് പുറം തിരിഞ്ഞിരിക്കും. കാരണം എന്നോട് സംസാരിക്കുന്നത് പിശാചാണെന്ന് ഞാൻ ഭയന്നു. എൻ്റെ സ്വഭാവം അക്രമാസക്തമായോ എന്ന് പോലും തോന്നി. അങ്ങനെ പിന്നെയും പിന്നെയും പിതാവായ ദൈവവുമായിട്ടോ ഈശോയുമായിട്ടോ ബന്ധപ്പെടാൻ ഞാൻ കൂട്ടാക്കാതെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ കാവൽ മാലാഖ ഡാനിയേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് പിന്നെയും വളരെ നീണ്ടുപോകുമായിരുന്നു. സർവശക്തനായ ദൈവം എന്നോട് ഇത്രയും ലളിതമായി തുറന്ന് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുവെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എൻ്റെ ജീവിതകാലത്തിലൊരിക്കലും ഞാൻ ഇങ്ങനെയൊന്ന് കേട്ടിട്ടില്ല. ദൈവം മോശയോടും അബ്രാഹത്തോടും പ്രവാചകന്മാരോടുമെല്ലാം സംസാരിക്കുന്നതായി ബൈബിളിൽ നാം കാണുന്നുണ്ട്. പക്ഷേ അവരുമായി തുലനം ചെയ്താൽ ഞാൻ എന്താണ്? എങ്കിലും എന്നോട് സംസാരിച്ചത് ദൈവമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിച്ചു കളഞ്ഞു? അത് വെറും തോന്നലായിരുന്നിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് പിതാവായ ദൈവവുമായോ ഈശോയുമായോ ബന്ധപ്പെടാൻ ഞാൻ കൂട്ടാക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. ഫാദർ ജിം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എൻ്റെ എല്ലാ സംശയങ്ങളുടെ ഇടയിലും എൻ്റെ കാവൽ മാലാഖ ഡാനിയേലിലുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലെവിടെയോ അണയാതെ കിടന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ മാലാഖ എൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയുടെ പക്കൽ നിന്ന് എനിക്കൊരു സന്ദേശമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മാലാഖ ഡാനിയേൽ ഞങ്ങളുടെ ഇടയിൽ മധ്യവർത്തിയായി നിന്ന് വചനം പങ്കുവച്ചു. എൻ്റെ മാലാഖ എന്നെ സന്ദർശിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഡാനിയേൽ എൻ്റെ കരം ഉപയോഗിച്ച് എനിക്ക് ചിത്രങ്ങൾ വരച്ചു തരും. എൻ്റെ ചിത്രങ്ങൾ, മാലാഖയുടെ ചിത്രങ്ങൾ, ചിലപ്പോൾ കത്തീഡ്രലുകളുടെയും മറ്റും ചിത്രങ്ങളും വരച്ചു തരാറുണ്ട്. അങ്ങനെ 1986 ജൂൺ 20 ഈശോയിൽ നിന്ന് എനിക്കൊരു സന്ദേശമുണ്ടെന്ന് മാലാഖ എന്നോട് പറഞ്ഞു. ഞാൻ യാന്ത്രികമായി അത് എഴുതിയെടുത്തു. എങ്കിലും ആ വൈദികന്റെ വാക്കുകൾ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ അത് മായ്ച്ചു കളയാൻ ഞാൻ ഒരുമ്പെട്ടു. എന്നാൽ അത് മായ്ച്ചു കളയരുതെന്നും അത് വായിച്ചു നോക്കണമെന്നും ഡാനിയേൽ എന്നോട് ആവശ്യപ്പെട്ടു. പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഈശോയിൽ നിന്നും സ്വീകരിക്കുന്ന ആദ്യത്തെ സന്ദേശം, ഞാൻ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു അത്. സാവകാശം എൻ്റെ മാലാഖ ഡാനിയേൽ കൂടുതൽ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ എന്നെ ധൈര്യപ്പെടുത്തി. 1986 ജൂലൈ 9 എനിക്ക് പിതാവായ ദൈവത്തിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. അത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ ആത്മാവിൽ പോഷിപ്പിച്ചു. ഞാൻ വന്ന് നിനക്ക് പോഷണം നൽകി. ഈ പോഷണം മറ്റുള്ളവർക്കും നൽകിക്കൊണ്ട് അവരെയും സഹായിക്കുക. ദൈവമായ എന്നിലേക്ക് അവരെ നയിക്കുക, അതിനവരെ സഹായിക്കുക. ഞാൻ നിനക്ക് സ്നേഹം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പിന്തുടരുക. നിനക്ക് ഈ മന്ന നൽകിക്കൊണ്ട് നിന്നെ ഞാൻ സവിശേഷമാമിതം അനുഗ്രഹിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്കും ഇത് നൽകുക, അവരും അതിൽ ആനന്ദം കൊള്ളട്ടെ. സെമിനാരിയിലെ ആ വൈദികരിൽ നിന്നുണ്ടായ ആശാഭംഗത്തിന് ശേഷവും അവരുമായുള്ള ബന്ധം ഞാൻ പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നില്ല. സന്ദേശങ്ങളെപ്പറ്റി ഫാദർ ജിമ്മിനോട് സംസാരിക്കുന്നത് ഞാൻ നിർത്തിയിരുന്നു. അദ്ദേഹമാണല്ലോ യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയത്. അതെന്തായാലും സന്ദേശങ്ങൾ ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സമയത്തിനിടയ്ക്ക് തുണ്ടുകടലാസിൽ സന്ദേശങ്ങൾ എഴുതിയെടുക്കുന്നത് ഞാൻ നിർത്തിയിരുന്നു. നോട്ട്ബുക്കിലാണ് ഇപ്പോൾ എഴുതിയെടുക്കുന്നത്. അവ ക്രമമായിരിക്കാനും അതുപോലെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. സന്ദേശങ്ങൾ ഇപ്പോഴും ലഭിക്കുന്ന കാര്യം അദ്ദേഹത്തോട് പറയാൻ വേണ്ടി ഫാദർ ജിമ്മിനെ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സെമിനാരിയിൽ കൊണ്ടുപോയി അതിനെപ്പറ്റി പഠിക്കാനായി ഞാൻ ആ നോട്ട് ബുക്കുകൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടു. പിറ്റേ ദിവസം തന്നെ ആ നോട്ട് ബുക്കുകൾ ഉടൻ കത്തിച്ചു കളയണമെന്നും നോട്ട് ബുക്കുകൾ വായിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടും വായിച്ചതെല്ലാം മറന്നു കളഞ്ഞേക്കാൻ ആവശ്യപ്പെടണമെന്നും കർശനമായി ആവശ്യപ്പെടുന്ന ഒരു കത്ത് കിട്ടി.
മതപരമായ കാര്യങ്ങളെപ്പറ്റി ഇനിയും എനിക്കത്ര പരിചയമായിട്ടില്ലായിരുന്നെങ്കിലും ദുഷ്ടാരൂപിയെ വിവേചിച്ചറിയാനുള്ള പരിജ്ഞാനം എനിക്കുണ്ടായിരുന്നു. ഫാദർ ജിമ്മിൻ്റെ മനോഭാവത്തെപ്പറ്റി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതവും അമർഷവും ഉണ്ടായി. ഞാൻ അടുത്ത ദിവസം സെമിനാരിയിൽ ചെന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ പ്രതികരണം അറിയിക്കണമെന്ന് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഞാൻ ചെന്നു. എന്നാൽ അവരുടെ അഭിപ്രായം ഞാൻ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അനിഷ്ടമാണ് ഉണ്ടായത്. എൻ്റെ നോട്ട് ബുക്കുകൾ തിരിച്ചു തരാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ രീതിയിൽ കബളിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുന്നതുകൊണ്ട് ദൈവം എന്നോട് വളരെ കോപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ ഭീകരമായ അന്ത്യത്തിന് ഇപ്പോൾ ദൈവം എന്നെ വിട്ടുകളയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ദൈവം എന്നോട് ക്ഷമിച്ചു. 1 വട്ടമല്ല 2 വട്ടം ക്ഷമിച്ചു. എന്നാൽ ഇപ്പോൾ ഇനിയും ഞാൻ അനുസരിക്കാത്തതുകൊണ്ട് ദൈവം എന്നെ ദുഷ്ടാരൂപിക്കായി വിട്ടുകൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം എനിക്ക് നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. ഈ സമയത്ത് ആ വരം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. പല അവസരങ്ങളിലും പിശാച് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ഉറച്ചു. ഫാദർ ജിമ്മിന്റെ പരുഷ വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ ദൈവമല്ല എൻ്റെ ദൈവമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഫാദർ ജിം അവതരിപ്പിച്ച ദൈവം ഒരു ക്രൂരനായ ദൈവമാണ്. പെട്ടെന്ന് കോപിക്കുന്നവൻ, അക്ഷമൻ, അസഹിഷ്ണു, കരുണയും സ്നേഹവും ഇല്ലാത്തവൻ. ആ ദൈവം ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ക്ഷമിക്കുന്നു. പിന്നെ പാവപ്പെട്ട ആത്മാക്കളുടെ നേരെ പുറംതിരിക്കുന്നു. അവർ അനുസരിക്കാതിരുന്നാൽ അവരെ നരകത്തിൽ തള്ളുന്നു. എന്നാൽ ഞാൻ അറിയുന്ന, ദിനംതോറും എന്നോട് സംഭാഷണം ചെയ്യുന്ന എൻ്റെ ദൈവം അങ്ങനെയല്ല. അവിടുന്ന് മുഴുവൻ സ്നേഹമാണ്. അളവില്ലാത്ത വിധം ക്ഷമയും സഹിഷ്ണുതയുമാണ്. അവിടുന്ന് ആർദ്രഹൃദയനാണ്. എൻ്റെ ദൈവം കോപിക്കുന്നതിൽ മന്ദഗതിക്കാരനും കാരുണ്യവാനുമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവിടുന്ന് എൻ്റെ ആത്മാവിനെ സ്നേഹം കൊണ്ട് ആവരണം ചെയ്തു. എൻ്റെ മുറിയിൽ എല്ലാ ദിവസവും എന്നെ സന്ദർശിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ആത്മാവിൻ്റെ സമാധാനവും സമാശ്വാസവും പ്രത്യാശയും കൊണ്ട് ആവരണം ചെയ്യുന്നു. ആ വ്യക്തിയെയാണ് അതൊരു പിശാചോ അഥവാ ഒരു മൂകാത്മാവോ എന്ന മട്ടിൽ അദ്ദേഹം പെരുമാറുന്നത്. എൻ്റെ ദൈവം എൻ്റെ ആത്മാവിന് പോഷണം നൽകുന്നു. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം പണിതുയർത്തുന്നു. ഞാൻ തുടർന്നു. എൻ്റെ ദൈവം എന്നെ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ നിക്ഷേപങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. അവിടുന്ന് എല്ലാം ക്ഷമിക്കുന്നവനാണ്. ഏതൊരു പാതകവും അവിടുന്ന് പൊറുക്കുന്നു. നാം അനുതപിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ പാപങ്ങളെ ചൊല്ലി നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഞാനിപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വാതിൽ ഞാൻ ഒരിക്കലും കൊട്ടിയടയ്ക്കുകയില്ല. ലക്ഷക്കണക്കിന് തവണ എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങളോട് എൻ്റെ അടുക്കിലേക്ക് വരാനും നിങ്ങൾക്ക് നൽകാനായി എനിക്കുള്ള ഈ സ്നേഹം അനുഭവിച്ചറിയാനും അപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നെ ഭയപ്പെടുകയും എന്നെ ഒഴിവാക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക. എന്നെ അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ എന്നോട് കൂടുതൽ അടുത്തു വരിക. അപ്പോൾ ഞാൻ മുഴുവൻ സ്നേഹവും മുഴുവൻ ദയയും മുഴുവൻ കരുണയുമായ ഒരു ദൈവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. 18/3/1987. ഫാദർ ജിമ്മിന്റെ സമീപനത്തിൽ മാറ്റമില്ലായിരുന്നു. കുറച്ചു ദിവസത്തേക്കെങ്കിലും എഴുത്തു നിർത്തിവെക്കാനും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാനും അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. എന്നാൽ എനിക്ക് വളരെ വ്യക്തവും കൃത്യവുമായ ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന് കിട്ടുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ യഹോവ നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേശം കിട്ടി. പിന്നൊന്നും ഇല്ല. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവും ഞാനും ഫാദർ കരോളിനെ പരിചയപ്പെട്ടു. ഞങ്ങൾ സുഹൃത്തുക്കളായി. അദ്ദേഹം വീട്ടിൽ വരികയും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാനൊരു ചിത്തഭ്രമമുള്ള ആളല്ലെന്നും എൻ്റെ അനുഭവങ്ങൾ മതിഭ്രമമല്ലെന്നും ഞാനൊരു കെട്ടുകഥ ചമയ്ക്കുകയല്ലെന്നും കുറച്ചു കാലം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ദാനമായിരിക്കാമെന്ന് അദ്ദേഹം ഒരു ദിവസം അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ ആശയങ്ങൾ ആ അമേരിക്കൻ വൈദികൻ ഫാദർ ജിമ്മുമായി പങ്കുവയ്ക്കാനും അദ്ദേഹം താല്പര്യപ്പെട്ടു. ആ വൈദികർ 2 പേരും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ബംഗ്ലാദേശിലുള്ള ഡിയാങ് എന്ന സ്ഥലം വരെ ഒന്ന് പോകുവാൻ എന്നെ ഉപദേശിച്ചു. ആ വിദൂരമായ ഗ്രാമത്തിൽ പോകാനുള്ള വഴിയും അവർ പറഞ്ഞു തന്നു. അവിടെ താമസിച്ചിരുന്ന ഫാദർ
ഡ്യൂജാറിയർ എന്ന കത്തോലിക്ക സന്യാസിയെ കാണാനാണ് അവർ ആവശ്യപ്പെട്ടത്. പരിശുദ്ധാത്മാവിന്റെ സവിശേഷമായ ദാനവരങ്ങളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ആത്മാക്കളെ വിവേചിക്കാനുള്ള വളരെ പ്രത്യേകമായ വരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെ എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യം വിമാനമാർഗം ചിറ്റഗോങ്ങിലെത്തണം, പിന്നെ വള്ളത്തിൽ ഒരു നദി കടന്ന് അക്കരെ എത്തണം. അവിടെ നിന്ന് സന്യാസിയുടെ താമസസ്ഥലം തപ്പിപ്പിടിക്കണം. അങ്ങനെ ഒരു യാത്ര തനിയെ നടത്തുന്നത് എനിക്ക് ഊഹിക്കാനേ ആകുമായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹിത ബിയാട്രീസിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഈ യാത്രയിൽ എനിക്ക് കൂട്ടുപോരാമെന്ന് അവൾ സമ്മതിച്ചു. ചിറ്റഗോങ്ങിൽ വിമാനമിറങ്ങിയിട്ട് ഞങ്ങൾ ഒരു റിക്ഷാക്കാരനെ കണ്ടുപിടിച്ചു. അയാൾ ഞങ്ങളെ നദിക്കരെ കൊണ്ട് ചെന്നെത്തിച്ചു. അവിടെ ഞങ്ങൾ ഒരു വള്ളം കണ്ടു. വള്ളക്കാരനോട് നദി കടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു. വള്ളക്കാരൻ വളരെ പരിചയസമ്പന്നനായിരുന്നതിനാൽ നദിയിലെ ചുഴികൾ ഒഴിവാക്കി വളരെ സമർത്ഥമായി ഞങ്ങളെ നദിയുടെ അക്കരെ എത്തിച്ചു. കരയിലിറങ്ങിയിട്ട് ഞങ്ങൾക്കൊട്ടും സമയം കളയാനില്ലായിരുന്നു. കാരണം ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിരുന്നു. ഒരു കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്കായതിലും ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. ഞങ്ങളൊരു റിക്ഷ കണ്ടുപിടിച്ചു. റിക്ഷക്കാരനോട് ഞങ്ങളെ കാത്തലിക് ചാപ്പലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് നല്ല റോഡില്ലെന്നും ഒരു നടപ്പാതയുള്ളത് മഴയിൽ താറുമാറായി കിടക്കുകയാണെന്നും പറഞ്ഞ് അയാൾ പോരാൻ വിസമ്മതിച്ചു. ഞങ്ങൾ കെഞ്ചി പറഞ്ഞു നോക്കി. അവസാനം അയാൾ സമ്മതിച്ചു. റിക്ഷയ്ക്ക് പോകാൻ പറ്റുന്ന ദൂരം പോകാം, ബാക്കി നടന്നു പോയിക്കൊള്ളണം എന്ന വ്യവസ്ഥയിൽ. ഞങ്ങൾ റിക്ഷയിൽ ചാടിക്കൊണ്ടിരുന്നു. റിക്ഷ ഓടിക്കൊണ്ടുമിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ പെട്ടെന്ന് റിക്ഷ നിന്നു. ഇനിയുള്ള വഴി നടന്നു പോയിക്കൊള്ളാൻ റിക്ഷക്കാരൻ പറഞ്ഞു. ഇരുട്ടിന് കനം കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ വളരെ ധൃതിയിൽ നടന്നു. ഏകദേശം 20 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നു. കാരണം ഞങ്ങളുടെ മുന്നിൽ വഴി രണ്ടായി പിരിയുകയാണ്. ഇനി എന്തു ചെയ്യും? ഏതു വഴി പോകും? ഞങ്ങൾ ഇടത്തോട്ടുള്ള വഴി തിരഞ്ഞെടുത്തു, അത് ശരിയായിരിക്കണേ എന്ന പ്രാർത്ഥനയിൽ. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. കൊതുകുകൾ ഞങ്ങളെ വട്ടമിട്ട് തുടങ്ങി. ഞാൻ ബിയാട്രീസിനോട് പറഞ്ഞു, ഇതല്ല ശരിയായ വഴിയെങ്കിൽ നാം കുഴപ്പത്തിലായത് തന്നെ. ഏതായാലും ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു. അവസാനം കുറ്റിക്കാടിന് നടുവിലുള്ള ആ വീടിന് മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി. അവിടെ ഏതാനും വൈദികർ താമസമുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾ നേരെ വാതിൽക്കലേക്ക് ചെന്നു. അവിടെ കണ്ട വൈദികൻ ഞങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫാദർ ഡ്യൂജാറിയറിനെ അന്വേഷിച്ചു വന്നതാണെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അദ്ദേഹം ഔദാര്യപൂർവ്വം ഞങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി. ഫാദർ ഡ്യൂജാറിയർ അവിടെയല്ല താമസിക്കുന്നതെന്നും 2 നാഴിക അകലെ ഒരു ചെറിയ കുടിലാണെന്നും പറഞ്ഞു തന്നു. പെട്ടെന്ന് തന്നെ പോകണമെന്നും അല്ലെങ്കിൽ ഇരുട്ടാകുമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ഞങ്ങൾ തിരക്കിട്ടിറങ്ങി ധൃതിയിൽ കുറ്റിക്കാടിനിടയിലുള്ള നടപ്പാതയിലൂടെ നടന്ന് ഫാദർ ഡ്യൂജാറിയറുടെ താമസ സ്ഥലത്തെത്തി. അതൊരു പാവപ്പെട്ട ജീർണിച്ച കുടിലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ആ പൊട്ടിപ്പൊളിഞ്ഞ വാതിലിൽ മുട്ടി. ഫാദർ ഡ്യൂജാറിയർ വാതിൽ തുറന്നു. അദ്ദേഹം മെലിഞ്ഞ് ഉയരം കൂടിയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടം വേണമെന്നും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. വളരെ ലളിതമായ 2 കട്ടിലുണ്ടായിരുന്നു. അത് കട്ടിൽ എന്നതിനേക്കാൾ പ്ലാറ്റ്ഫോം പോലെയാണ് തോന്നിച്ചത്. വളരെ കനം കുറഞ്ഞ 2 കിടക്കുകൾ അവിടെ ചുരുട്ടി വെച്ചിരുന്നു. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. നിങ്ങളുടെ ബാഗ് അവിടെ വെച്ചിട്ട് വന്ന് എൻ്റെ കൂടെ അല്പം ഭക്ഷണം കഴിച്ചാലും എന്ന് അദ്ദേഹം പറഞ്ഞു. ഊട്ടുമുറി എന്ന് അദ്ദേഹം പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ മേശയോ കസേരയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു സ്ഥലം. 2 വൈക്കോൽ തടുക്കുകൾ ആ സിമന്റ് തറയിൽ കിടന്നിരുന്നു. ചെരിപ്പിടാത്ത ഒരു നാട്ടിൻ പുറത്തുകാരി സ്ത്രീ ഒരു തകരക്കലവും 3 അലുമിനിയം പാത്രവുമായി വന്നു. അവർ അത് ഞങ്ങളുടെ മുമ്പിലായി ആ വൈക്കോൽ തടുക്കിൽ വെച്ചു. തറയിലിരുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ രീതിയായിരുന്നു ഫാദർ ഡ്യൂജാറിയറിൻ്റേത്. അത്താഴം കഴിഞ്ഞ ആ രാത്രി മുഴുവൻ ബിയാട്രീസും ഞാനും ഒരു വിശ്രമവുമില്ലാതെ കഴിച്ചുകൂട്ടി. കാരണം ഞങ്ങളുടെ മുറിയിലെ ആ പഴയ കർട്ടനിൽ മുഴുത്ത 8 കാലികൾ പതുങ്ങിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. കൊതുകുകൾ കൂട്ടം കൂട്ടമായി മൂളി നടന്നിരുന്നത് കൊണ്ട് അവറ്റയ്ക്ക് ആഹാരത്തിന് പഞ്ഞമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ മയങ്ങിപ്പോയി.
അവിടുത്തെ ചെറിയ ബാത്റൂമിന്റെ കറുത്തിരുണ്ട ഭിത്തി മുഴുവൻ ചിലന്തികൾ പൊതിഞ്ഞിരിക്കുന്നത് നേരം വെളുത്താണ് ഞങ്ങൾ കണ്ടത്. രാത്രിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ ഞങ്ങൾക്കത് കാണാനായില്ല. ഹോ, ഭയങ്കരം തന്നെ. അന്ന് രാവിലെ ആ സന്യാസിയുമായി എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പങ്കുവച്ചു. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഞാൻ കാണിക്കുകയും ചെയ്തു. അദ്ദേഹം അതെല്ലാം പഠിച്ചു. അല്പം കഴിഞ്ഞ് അദ്ദേഹം എന്നെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്കൊരു വലിയ കൃപാവരം നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വിളി ഒരിക്കലും തള്ളിക്കളയരുത്. അവിടുത്തേക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന അതിസ്വാഭാവിക ദാനമാണോ? ഞാൻ ചോദിച്ചു. അതെ, അങ്ങനെ തന്നെ. നിന്റെ വിളിയോട് വിശ്വസ്തിയായിരിക്കുക, അദ്ദേഹം മറുപടി പറഞ്ഞു. എന്റെ മുറിവുണക്കാൻ ഈ വാക്കുകൾ മതിയായിരുന്നു. സൗഖ്യം നൽകുന്ന ലേപന ഔഷധം പോലെ അതെന്റെ മേൽ പതിച്ചു. തിരിച്ചു പോരാൻ നദിക്കരയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരം വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് വിശന്നു. എന്നാൽ ചായക്കട പോലെ ഒന്നും അവിടെങ്ങും കണ്ടില്ല. നദി കടന്നു കഴിഞ്ഞപ്പോൾ വായുവിൽ ഭക്ഷണത്തിന്റെ മണം കിട്ടി. ആ മണം പിടിച്ചു ചെന്നപ്പോൾ സമോസ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അയാളുടെ വണ്ടിയിൽ തന്നെ വലിയ പാത്രം വെച്ച് അയാൾ പാചകം ചെയ്യുകയാണ്. പല മേശകളിലായി നാട്ടുകാർ ഇരുന്ന് രുചികരമായ ആ ഭക്ഷണം ആസ്വദിക്കുകയാണ്. 2 മദാമ്മമാർ സമോസ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത മേശയിൽ ഇരുന്നവർ ഞങ്ങൾക്കിരിക്കാനായി സീറ്റ് ഒഴിഞ്ഞു തന്നു. അങ്ങനെ ഒരു മേശ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടി. എന്നാൽ ബിയാട്രീസ് ക്യാമറ എടുത്തപ്പോൾ ഫോട്ടോയിൽ വരാനായി എല്ലാവരും ഞങ്ങളുടെ ചുറ്റും കൂടി. ഡാക്കയിൽ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഫാദർ ജിമ്മിനെയും ഫാദർ കരോളിനെയും കാണാൻ ഞാൻ ഓടി. ഫാദർ ഡ്യൂജാറിയർ പറഞ്ഞ കാര്യം അവരോട് പറയാനായി. അവർ ശ്രദ്ധയോടെ കേട്ടു. അവർ ആ സന്യാസിയുടെ വാക്കുകൾ വിലമതിക്കുന്നതായി എനിക്ക് മനസ്സിലായി. 2 പേർക്കും ആശ്വാസമായതുപോലെ തോന്നി. ആ സമയം മുതൽ എൻ്റെ നേർക്കുള്ള അവരുടെ മനോഭാവം പാടെ മാറി. കുറച്ചു നാളുകൾക്ക് ശേഷം ഫാദർ കരോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക വരദാനമാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. ഫാദർ കരോളിന് അപ്പോൾ എന്നിൽ പൂർണ്ണ വിശ്വാസം വന്നിരുന്നു. എന്താണ് അദ്ദേഹത്തിന് എന്നോട് സഹതാപം തോന്നാൻ കാരണമെന്ന് ഞാൻ ഫാദർ കരോളിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നിനക്കിഷ്ടമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ. അവിടുത്തേക്ക് അവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നീ ഉപേക്ഷിക്കേണ്ടി വരും. നിനക്ക് അത് അത്ര എളുപ്പമായിരിക്കുകയില്ല. നീ ഒരുപാട് ക്ലേശിക്കും. മനുഷ്യരുടെ നാവ് നിന്നെ വെറുതെ വിടുകയില്ല. അവിടുന്ന് നിന്നെ ഉപയോഗിക്കും. നിനക്കൊരു വിശ്രമവും കിട്ടുകയില്ല. പ്രവചനത്തിന്റെയും വെളിപാടിന്റെയും വരങ്ങൾ ലഭിച്ചിട്ടുള്ള മറ്റുള്ളവരെ പോലെ നീയും പീഡിപ്പിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്. നിന്നെപ്പോലുള്ള ആളുകളെ ദുർമന്ത്രവാദികളെന്ന് വിളിച്ച് പന്തം കൊളുത്തി കത്തിക്കാൻ അധികാരമുള്ള മതദ്രോഹ വിചാരണയുടെ കാലത്തായിരുന്നെങ്കിൽ നിനക്കും അതുതന്നെ സംഭവിക്കുമായിരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നതിനുള്ള അടയാളമാണിതെല്ലാം. നീ ഒരപവാദമല്ല. നീ ഒഴിവാക്കപ്പെടുകയുമില്ല. നിന്നിലൂടെ ദൈവം വിജയം വരിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യും. ഏതായാലും സന്തോഷമായിരിക്കുക. കാരണം അവിടുന്ന് തൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നീ അതിൻ്റെ നല്ല വശം മാത്രം ശ്രദ്ധിക്കുക. ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. എൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ കൃത്യമായ ഒരു പ്രവചന സ്വരം ഉണ്ടാകാനില്ല. ഒരു ദിവസം ഞാൻ ക്യാൻവാസ് പെയിന്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നപ്പോൾ ദൈവം എന്നെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. വീണ്ടും വീണ്ടും അടിയന്തരമായി വിളിക്കുകയാണ്. എൻ്റെ ബ്രഷ് ദൂരെ എറിഞ്ഞിട്ട് സന്ദേശമടങ്ങിയ നോട്ട്ബുക്ക് ഇരിക്കുന്ന മുറിയിലേക്ക് ഞാൻ ചെന്നു. അത് ഈശോയായിരുന്നു. അവിടുന്ന് രാജാവിനെ പോലെ കാണപ്പെട്ടു. ഗാംഭീര്യവും ശക്തിയും സ്ഫുരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവ്. അവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ അവിടുന്ന് എന്നെ ക്ഷണിച്ചു. എന്നാൽ ഒട്ടുമേ പ്രതീക്ഷിക്കാത്തതാണ് പിന്നെ ഞാൻ കേട്ടത്. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.